നമസ്കാരം. ആദിപരാശക്തിയായ ദേവിയെ സ്തുതിക്കുന്ന ഈ സായം സന്ധ്യയിൽ എല്ലാ ഭക്തർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ നവരാത്രി പൂജയുടെ 8ാം ദിനമായ ഇന്ന് ദുർഗാഷ്ടമിയാണ്. ദേവിയെ മഹാഗൗരി ഭാവത്തിലാണ് ഇന്നു രാത്രി പൂജിക്കുന്നത്. ശിവപ്രാപ്തിക്ക് ശേഷമുള്ള പാർവതീദേവിയുടെ രൂപമാണ് മഹാഗൗരി. അന്നപൂർണേശ്വരിയായ മഹാഗൗരി പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ്. തെളിഞ്ഞ സ്വർണവും വെള്ളയും ചേർന്ന നിറമാണ് ഗൗരവർണം. വെളുത്ത പൂക്കൾ കൊണ്ടുള്ള മാലയും വെള്ള വസ്ത്രങ്ങളും അണിഞ്ഞ് വെളുത്ത നിറമുള്ള കാളയുടെ പുറത്തിരിക്കുന്ന ഭാവമാണ് മഹാഗൗരിക്ക്. 4 കൈകളിൽ ഒന്നിൽ ത്രിശൂലവും കടുംതുടിയും മറ്റൊന്നിൽ അഭയമുദ്രയും അടുത്തത് വരമുദ്രയുമാണ്. അതിപ്രസന്നവതിയാണ് ദേവി. വെളുത്ത കാള സ്വധർമ്മത്തിൻ്റെ പ്രതീകമാണ്. വെളുത്ത അലങ്കാരങ്ങൾ ജ്ഞാനത്തെയും സാത്വികതയെയും പ്രതിനിധീകരിക്കുന്നു. കടുംതുടി ശബ്ദപ്രതീകമാണ്. പ്രേമകാരുണ്യങ്ങളുടെ ശക്തിയാണ് ശുഭ്രവർണം. വിജയദശമിക്കായി പൂജ വയ്ക്കുന്നത് ഇന്നാണ്. പുസ്തകങ്ങളും സംഗീതോപകരണങ്ങളും വീട്ടിലോ ക്ഷേത്രങ്ങളിലോ ആശ്രമങ്ങളിലോ പൂജയ്ക്ക് വയ്ക്കാം. സരസ്വതി ദേവിയുടെ ചിത്രത്തിന് മുന്നിലാണ് പൂജ വയ്ക്കേണ്ടത്. ഗണപതി, സരസ്വതി, ഗുരു എന്നിവരുടെ വന്ദനാ ശ്ലോകങ്ങൾ ചൊല്ലി വേണം പുസ്തക പൂജ ചെയ്യേണ്ടത്. ഇനിയുള്ള 2 നാൾ രാവും പകലും ദേവീ മന്ത്രങ്ങളാൽ മുഖരിതമാകും അന്തരീക്ഷം. നവരാത്രി പൂജയുടെ അവസാന ദിനമായ നാളെ ദേവിയെ സിദ്ധിദാത്രിയായി സങ്കല്പിച്ച് ആരാധിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. തുടർന്ന് നമുക്ക് മാർഗദീപമാകുന്ന ഗുരുവചനം കേൾക്കാം. മഴവെള്ളം ഒരിക്കലും ഉയർന്ന നിലത്ത് നിൽക്കുന്നില്ല, മറിച്ച് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഒഴുകുന്നു. അതുപോലെ ദൈവത്തിൻ്റെ കാരുണ്യം എളിയവരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു, എന്നാൽ വ്യർത്ഥരുടെയും അഹങ്കാരികളുടെയും ഹൃദയങ്ങളിൽ നിന്ന് ഒഴുകിപ്പോകുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. നിത്യാനന്ദരസാലയം സുരമുനി സ്വാന്താംബുജാതാശ്രയം സ്വച്ഛം സദ്വിജസേവിതം കലുഷഹൃത്സദ്വാസനാവിഷ്കൃതം ശംഭു ധ്യാനസരോവരം വ്രജമനോ ഹംസവദംസ സ്ഥിരം കിം ക്ഷുദ്രാശ്രയപൽവല ഭ്രമണ സഞ്ജാത ശ്രമം പ്രാപ്സ്യസി. തുടർന്ന് ശാങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതം. അല്ലയോ മനസ്സാകുന്ന രാജഹംസമേ, നീ ശംഭുധ്യാനത്തെ നേടിയാലും അത് ചലനരഹിതവും ഒരിക്കലും നശിക്കാത്തതുമാണ്.
ക്ഷുദ്രങ്ങളായ കുണ്ടുകുളങ്ങളെ ആശ്രയിക്കാതെ നിത്യമായ ശംഭുധ്യാന തടാകത്തെ ആശ്രയിക്കാൻ മനസ്സിനോട് പറയുന്ന ശിവാനന്ദ ലഹരിയിലെ 48-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കര സ്തോത്രങ്ങളിൽ ശിവാനന്ദ ലഹരിയിൽ 48-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കവിത്വത്തിൻ്റെയും ഭക്തിഭാവത്തിൻ്റെയും എല്ലാം ഒരു പൂർണ്ണത നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗങ്ങളാണ് ഈ ശ്ലോകങ്ങൾ. ഇവിടെ തീർത്തും കാൽപ്പനികമായി തൻ്റെ മനസ്സിനെ ഭക്തൻ ഒരു രാജഹംസമായി അരയന്നമായി കൽപ്പിക്കുന്നു. ആ അരയന്നത്തോട് പറയുകയാണ്, ശംഭുധ്യാനമാകുന്ന സരോവരത്തിലേക്ക് പോയിക്കോളൂന്ന്. എങ്ങനെയുള്ള സരോവരം? നിത്യാനന്ദരസാലയം, നിത്യമായ ആനന്ദരസാലയം അഥവാ നിത്യത്തിലുള്ള ആനന്ദരസാലയം. അങ്ങനെയുള്ള നിത്യാനന്ദ ബ്രഹ്മാലയമായിരിക്കുന്ന ശംഭുധ്യാന സരോവരത്തിലേക്ക് നീ പോയാലും എങ്ങനെയുള്ളതിലേക്ക്? സുരമുനി സ്വാന്താംബുജാതാശ്രയം. അംബുജാതം, അംബുജലം, അംബുജാതം ജലത്തിൽ ജനിക്കുന്നത് താമര. സുരന്മാരുടെയും മുനിമാരുടെയും സ്വാന്തം, സ്വാന്തം അന്ധകരണം, മനസ്സ്. ഇപ്പോൾ ദേവന്മാരുടെയും മുനിമാരുടെയും മനസ്സാകുന്ന താമര ആശ്രയിച്ചിരിക്കുന്നതാണ്. അത്തരം താമരകൾ ആശ്രയിക്കുന്നതാണ് ഈ സരോവരം. അങ്ങനെയുള്ള സരോവരത്തിലേക്ക് ഹേ മനസ്സേ നീ പോയാലും. അടുത്ത വിശേഷണം സ്വച്ഛം എന്നാണ്. നിർമ്മലമായ, അവിദ്യാദി ദോഷങ്ങളില്ലാത്ത, അഥവാ വിവിധങ്ങളായ വാസനാജാലങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് കലങ്ങി മറിഞ്ഞതല്ലാത്ത സ്വച്ഛമായ, പരിശുദ്ധമായ. വീണ്ടും വിശേഷിപ്പിക്കുന്നു സദ്വിജസേവിതം. സത്തുക്കളായ ശ്രേഷ്ഠന്മാരായ ദ്വിജന്മാരാൽ അഥവാ ദ്വിജങ്ങളാൽ. ദ്വിജശബ്ദത്തിന് രണ്ടാമത് ജനിച്ചവൻ എന്നർത്ഥം. പക്ഷികളെ ദ്വിജന്മാരെന്ന് പറയും. കാരണം അമ്മയിൽ നിന്ന് മുട്ടയായി പുറത്തു വന്ന് ആ മുട്ട പൊട്ടി വീണ്ടും പുറത്തേക്ക് വരുന്നത് കൊണ്ട് പക്ഷികളെല്ലാം, മുട്ട പൊട്ടി വരുന്ന എല്ലാ ജന്തുക്കളും ദ്വിജപദവി ഉള്ളവരാണ്. അമ്മയിൽ നിന്ന് സാമാന്യമായി എല്ലാവരും ജനിച്ചു. അനന്തരം ഗായത്രിയെ സമാശ്രയിക്കുന്നത് കൊണ്ട്, ഉപനയനാദി സംസ്കാരം ചെയ്യുന്നത് കൊണ്ട്, നിരന്തരമായ മന്ത്രോപാസനയിലൂടെ തപസ്സിലൂടെ നവീനമായ ജന്മത്തെ നേടുമ്പോൾ ഒരു വ്യക്തി ദ്വിജപദവിയിലെത്തുന്നു. അങ്ങനെയുള്ള സദ്ദ്വിജന്മാരാൽ സേവിക്കപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ശംഭുധ്യാന സരോവരത്തിലേക്ക് നീ പോയാലും അല്ലയോ മനസ്സേ. വീണ്ടും വിശേഷിപ്പിക്കുന്നു കലുഷഹൃ സദ്വാസനാവിഷ്കൃതം. കലുഷഹൃത്തുക്കളിൽ സദ്വാസനയെ ആവിഷ്കരിക്കുന്നത് ഏതോ അത്. കലുഷഹൃത്തെന്ന് പറഞ്ഞാൽ കലുഷതയുള്ള പാപവാസന, ദുഃഖം, ക്ലേശം ഇതെല്ലാം നിറഞ്ഞ ഹൃത്തുക്കൾ, മനസ്സുകൾ. ആ മനസ്സുകളിൽ പോലും അവയെല്ലാം നീക്കി സദ്വാസനയെ, സത്കർമ്മത്താൽ ജനിക്കുന്നതാവാം, സദ്വിഷയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാവാം, അഥവാ സത്തത്വത്തിൻ്റെ അനുഭവം കൊണ്ടുണ്ടാവുന്നതാകാം. അങ്ങനെയുള്ള വാസനയെ ആവിഷ്കരിക്കുന്നതാണ് ഈ സരോവരം. ആ സരോവരത്തിലേക്ക് പോയാലും എന്ന് പറഞ്ഞാൽ അർത്ഥം, അല്ലയോ മനസ്സേ നീ ശംഭുധ്യാനത്തെ നേടിയാലും എന്നാണ്. അങ്ങനെയുള്ള സരോവരത്തിലേക്ക് നീ പോയാലും ഹേ മനോ ഹംസാവതംസ, മനസ്സാകുന്ന ഹംസാവതംസമേ. ഹംസാവതംസം, ഹംസങ്ങളിൽ അവതംസമായവൻ, രാജഹംസം. മനസ്സാകുന്ന രാജഹംസമേ വ്രജ, നീ പോയാലും
മാത്രമല്ല ഈ ശംഭുധ്യാന സരോവരമാണ് സ്ഥിരമായത്. മറ്റു നീ ഏത് തടാകത്തെയോ കുളത്തെയോ ആശ്രയിച്ചാലും അതെല്ലാം വെള്ളം വറ്റിപ്പോകും. അസ്ഥിരമാണ്, ദേശകാലങ്ങൾക്ക് അധീനമാണ്. എന്നാൽ ഇതാകട്ടെ സ്ഥിരമാണ്, ചലനരഹിതമാണ്, ഒരിക്കലും ശുഷ്കമായി പോകില്ല. അങ്ങനെയുള്ള സ്ഥിരമായ ഈ തടാകത്തിലേക്ക് നീ പോയാലും, എന്നിട്ട് ചോദിക്കുകയാണ് മനസ്സിനോട്, കിം ക്ഷുദ്രാശ്രയ പല്വലഭ്രമണ സഞ്ജാത ശ്രമം പ്രാപ്സ്യസി. ക്ഷുദ്രങ്ങളായ വിഷയങ്ങളെ ആശ്രയിച്ച്, ക്ഷുദ്രം ക്ഷയിക്കുന്നവയാണ്, ക്ഷുദ്രങ്ങളെല്ലാം ക്ഷയിക്കുന്നവയാണ്, ദേശത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും ക്ഷയിക്കുന്നതാണ് ഇതരങ്ങളായ വിഷയങ്ങളൊക്കെയും. അപ്പം നമ്മൾ ഏതേത് വിഷയത്തെ ആശ്രയിച്ചാലും അതൊക്കെ ക്ഷയിച്ചു പോകും. അപ്പം ക്ഷയിക്കുന്ന വിഷയങ്ങളാകുന്ന പല്വലങ്ങളെ, കുണ്ടുകുളങ്ങളെ, ഹേ മനസ്സേ, നീ പോയി ആശ്രയിച്ചിട്ട് എന്ത് കാര്യം? ഒരു പ്രയോജനമില്ല. അതിനെ ആശ്രയിക്കുന്നത് കൊണ്ടുള്ള സഞ്ജാതശ്രമം, അതിന് ചെയ്യുന്ന പരിശ്രമം, അതിനുള്ള അധ്വാനം, അതുകൊണ്ടുള്ള ക്ഷീണം എന്നല്ലാതെ ഒരു പ്രയോജനവും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അത്തരം കുണ്ടുകുളങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കി, ഹേ മനസ്സാകുന്ന രാജഹംസമേ, നീ ശംഭുധ്യാനമാകുന്ന സരോവരത്തെ പ്രാപിച്ചാലും എന്ന് പറയുന്ന, തദ്വാര ശിവസ്തുതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ശ്ലോകമാണ് ഈ 48-ാമത്തെ ശ്ലോകം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. കുലദേവത, പരദേവത, ധർമ്മദേവത എന്ന് പറയുന്ന 3 തലങ്ങൾ, 3 തരത്തിലുള്ള ദേവതാ സങ്കല്പങ്ങളെപ്പറ്റി നമ്മളുടെ കാരണവന്മാരിൽ നിന്നൊക്കെ നമുക്ക് അറിവുണ്ടായിട്ടുണ്ടാകാം. സാമാന്യമായി ഈ 3നെയും നമുക്കതിൻ്റെ അർത്ഥതലങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3ഉം ഒന്ന് തന്നെയാണെന്ന് സാമാന്യമായിട്ട് ചിന്തിക്കാം. പക്ഷേ സൂക്ഷ്മമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 3നും 3ൻ്റേതായിട്ടുള്ള ധർമ്മങ്ങളും സവിശേഷതകളും ഉണ്ട്. കുലദേവത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പരദേവത എന്ന് പറയുന്നത്, ആ ഒരു ഒരു കുടുംബത്തിൻ്റെ മാത്രമായിട്ടുള്ള പരദേവത, ആ നിലയിൽ ആ സങ്കല്പത്തിൽ അതിനെ എടുക്കാറുണ്ട്. പരദേവത ഒരു കുടുംബത്തിൻ്റെ ഉപാസനാമൂർത്തി, ആ കുടുംബത്തിന് വളരെ വൈശേഷികമായി, ഒരു തറവാടിന്, ആ തറവാട്ടിലുള്ള പരമ്പരകൾക്ക് വളരെ വൈശേഷികമായി ആരാധിച്ചു വരുന്ന ഒരു മൂർത്തി എന്ന നിലയിലാണ് പരദേവതയെ സങ്കല്പിക്കുന്നത്. ഭരദേവത എന്നൊരു മറ്റൊരു വാക്ക്, പരദേവത എന്നുള്ളതിന് പകരം ഭരദേവത, ഭരിക്കുന്ന ദേവത, അല്ലെങ്കിൽ വഹിക്കുന്ന ദേവത, ഭാരം വഹിക്കുന്ന ദേവത, അതായത് കുടുംബത്തെ മുഴുവൻ ചുമലിലേറ്റുന്ന ദേവത എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഈ ഭരദേവത എന്ന് പറയുന്ന പദം ഉപയോഗിക്കാറുണ്ട്. ഇനി കുലദേവത എന്താണ് എന്ന് ചിന്തിക്കാം. കുലദേവത എന്നാൽ ഒരു കുലത്തിൻ്റെ, അതായത് ചില സമുദായത്തിൻ്റെ, ചില വൈശേഷികമായിട്ടുള്ള സമൂഹത്തിൻ്റെ, ആ മുഴുവൻ സമൂഹവും ആചരിക്കേണ്ട, വലിയൊരു സമൂഹം മുഴുവൻ ആചരിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ മുഴുവൻ ദേവതയായിട്ടുള്ള മൂർത്തിയായി, ഒരു ഒറ്റ കുടുംബത്തിൻ്റെ മാത്രമല്ല അനേകം കുടുംബങ്ങളുടെ മൂർത്തി ആയിട്ടുള്ള, ഉപാസനാമൂർത്തിയായിട്ടുള്ള ദേവതയാണ് കുലദേവത എന്ന് പറയുന്നത്. ഒരു കുലത്തിൻ്റേതാണ് എന്ന അർത്ഥത്തിലാണ് അവിടെ ഈ കുലദേവത എന്ന് പറയുന്ന അർത്ഥം എടുക്കുന്നത്. ഇനി ധർമ്മദേവത എന്ന് പറയുന്ന ഒരു തലത്തെ കൂടി ചിന്തിക്കാം. ധർമ്മം എന്നാൽ ഓരോ കുലത്തിനും, ഓരോ സമൂഹത്തിനും അവരവരുടേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. ഈ ധർമ്മത്തെ പരിപാലിക്കുന്നതിന് വേണ്ടുന്ന ചുമതലകളോട് കൂടിയ, ആ ധർമ്മത്തിൻ്റെ രക്ഷിതാവായിട്ടുള്ള, ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ആ കുലം സ്വീകരിച്ചിട്ടുള്ള ദേവതയാണ് ധർമ്മദേവത എന്ന് പറയുന്നത്. സാമാന്യമായിട്ട് ഇതൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും ഒരേ സമയം കുലദേവതയും പരദേവതയും ധർമ്മദേവതയും ഒന്ന് തന്നെയായിട്ടുള്ള ആളുകളും ഉണ്ടാകാം. എങ്കിലും ഇതിൻ്റെ വ്യത്യസ്തമായ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് മൂന്നായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തരത്തിൽ അവനവൻ്റെ കുടുംബത്തിൻ്റെ പരദേവതയെ സംരക്ഷിക്കാതെ മറ്റേതെങ്കിലും ദിക്കിലുള്ള ഈ ക്ഷേത്രങ്ങളിലേക്ക് മാത്രം ക്ഷേത്രാടനം അല്ലെങ്കിൽ തീർത്ഥാടനം നടത്തുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ലെന്നും, അടിസ്ഥാനപരമായി അവനവൻ ചെല്ലേണ്ടത് അവനവൻ്റെ ജനിതകമായ ഘടനയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഉപാസനാമൂർത്തി എന്ന നിലയിൽ അവൻ്റെ കുടുംബ പരദേവതയെ, അവൻ്റെ കുലപര
പരദേവതയെ, അവൻ്റെ കുലധർമ്മത്തെ പരിപാലിക്കുന്ന ധർമ്മദേവതയെ ആചരിച്ചെങ്കിൽ മാത്രമേ അവന് ശ്രേയസ് ഉണ്ടാവുകയുള്ളൂ. അവനവൻ്റെ പരദേവതയെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ പരദേവത ആചരണം നിലനിർത്തിക്കൊണ്ട് മാത്രമേ മറ്റ് ദേവതകളെ സ്വീകരിക്കുക അല്ലെങ്കിൽ മറ്റ് ദേവതാ ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നടത്തുക എന്നുള്ളതിന് പൂർണ്ണത കൈവരികയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവസാനമായി ദീപാരാധനയാണ്. അതിനു മുൻപ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവിശേഷങ്ങളും അനുഷ്ഠാനങ്ങളും കൂടി മനസ്സിലാക്കി ദേവീ സന്നിധിയിലെത്തി മംഗളാരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നിത്യസത്യമായ ദേവി നിർമ്മലേ നമസ്തുതേ, ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. മനുഷ്യസഹജമായ സർവ്വദുഃഖങ്ങളും അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് നിർവൃതിയുടെ ഭക്തിരസം നുകരുകയാണ് ഭക്തജനങ്ങൾ ചോറ്റാനിക്കര ദേവീ സന്നിധിയിൽ. കലികാലത്തിൻ്റെ ബാധാദോഷങ്ങളിൽ അകപ്പെട്ട ജനത ഇത്തിരി സമാശ്വാസത്തിനായി അമ്മയെ ശരണം പ്രാപിച്ച് ഭജനമിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും ഏതാണ്ട് 18 കിലോമീറ്റർ തെക്കുകിഴക്കായാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം കുടികൊള്ളുന്നത്. വിഷ്ണുവിൻ്റെയും ദുർഗയുടെയും സാന്നിധ്യം കുടികൊള്ളുന്ന ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ പണ്ടുകാലത്ത് എടാട്ട് നമ്പൂതിരി കുടുംബമായിരുന്നു നിത്യപൂജകൾ നടത്തിയിരുന്നത്. കാലക്രമത്തിൽ എടാട്ട് ഇല്ലം അന്യം നിന്നപ്പോൾ ഇവിടുത്തെ ഊരായ്മ അയനിക്കാട് ഇല്ലത്തിന് വന്നു ചേർന്നു. ഇത് ഭജനമൂത്ത് ഊരായ്മയായതാണ് എന്ന് പഴയ കഥകൾ പറഞ്ഞു തരുന്നു. അയനിക്കാട്ടില്ലവും അന്യം നിന്നപ്പോൾ ക്ഷേത്രഭരണം 1065 കന്നിമാസത്തിൽ സർവ്വസ്വത്തുക്കളോടും കൂടി സർക്കാരിനെ ഏൽപ്പിക്കുകയായിരുന്നു. ചോറ്റാനിക്കര ദേവീ പ്രതിഷ്ഠയിൽ രാവിലെ മൂകാംബിക സരസ്വതിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം. രാവിലെ ഇവിടുത്തെ ശീവേലി കഴിഞ്ഞ് സരസ്വതി ദേവി മൂകാംബികയിലേക്ക് പോകുമത്രേ. ബ്രഹ്മാവ്, മഹാവിഷ്ണു, ശിവൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ് എന്നീ മൂർത്തികൾ ഇവിടെ ഉപദേവന്മാരായി പൂജിക്കപ്പെടുന്നു. വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം കൊടുത്ത ആകൃതിയിലുള്ള ഗോളകയാണ് പ്രതിഷ്ഠാശിലയിൽ ചാർത്തുന്നത്. ചോറ്റാനിക്കരയമ്മ ശാന്തമൂർത്തിയും അഭീഷ്ടവരദായിനിയുമാണ്. ആധി, വ്യാധി, പ്രേതോപദ്രവങ്ങൾ മുതലായ ദുരിതങ്ങൾ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്നവർക്ക് അഭയകേന്ദ്രമാണ് ചോറ്റാനിക്കര. നിഷ്ഠയായ ഭജനാദികളോടെ അമ്മയെ പ്രാർത്ഥിച്ചാൽ ഇത്തരം ദുരിതങ്ങളിൽ നിന്നും മോചനമുണ്ടാകും എന്നാണ് അനുഭവം. രോഗവും ബാധാദോഷവും മാറുന്നതിനു വേണ്ടി തീർത്ഥക്കിണറ്റിലെ വെള്ളം, പഞ്ചഗവ്യകൃതം, ഗുരുതി എന്നിവ ഇവിടെ പ്രധാനപ്പെട്ടവയാണ്. കീഴ്ക്കാവിൽ നടക്കുന്ന ഗുരുതി പൂജയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രതിഷ്ഠാസ്ഥാനത്ത് നിന്ന് കിട്ടുന്ന മണ്ണ് കൂടിലാക്കി ധരിച്ചാൽ യാതൊരുവിധ ബാധാദോഷങ്ങളും ഉണ്ടാവുകയില്ലത്രേ. ശംഖ്, ചക്രം, വരദം, അഭയം എന്നീ 4 മുദ്രകളോടും കൂടിയാണ്
ചോറ്റാനിക്കര അമ്മ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നത്. ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ തീർത്ഥാടനം നടത്തിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആചാര്യസ്വാമികളുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് ചോറ്റാനിക്കരയിൽ മൂകാംബിക ദേവിയുടെ സാന്നിധ്യം ഉണ്ടായതത്രേ. ദേവീ ചൈതന്യം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സ്ഥലം ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ ക്ഷേത്രത്തിൽ കാണാവുന്നതാണ്. ഈ തറയിൽ കാണുന്ന പവിഴമല്ലി ദേവിയുടെ ആവിർഭാവകാലം മുതൽ ഇവിടെ നിലനിൽക്കുന്നതാണ് എന്ന് വിശ്വസിച്ചു പോരുന്നു. ശ്രീകോവിലിന് മുന്നിലായി ജപമണ്ഡപവും വടക്കുഭാഗത്ത് പൂർണ്ണ പുഷ്കല സമേതനായി ശാസ്താവും സ്ഥിതി ചെയ്യുന്നു. ദേവിയുടെ അംഗരക്ഷകനും കാര്യസ്ഥനും എന്ന നിലയ്ക്കാണ് ഇവിടെ ശാസ്താവിൻ്റെ സ്ഥാനം. ബാധോപദ്രവകാരികളെ പന്തീരടി സമയത്ത് ശാസ്താവ് തുള്ളിച്ച് നട തുറക്കുന്ന സമയം ദേവീ സന്നിധിയിൽ സത്യം ചെയ്യിച്ച് കീഴ്ക്കാവിലമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കീഴ്ക്കാവിലമ്മ പിന്നീട് ആരെയും ഉപദ്രവിക്കാത്ത വിധം ബാധയെ പാലയിൽ ആണിയടിച്ച് ബന്ധിപ്പിക്കുന്നു. ചോറ്റാനിക്കരയിലെ ഉത്സവത്തിൽ ഉത്രം നാൾ ആറാട്ട് പ്രമുഖമാണ്. ഉത്സവത്തിൽ മകം തൊഴൽ ഏറ്റവും പുണ്യമായി കണക്കാക്കുന്നു. ഉത്സവത്തിന് കൊടിയേറി 7-ാം നാളിലാണ് മകം തൊഴൽ. ചോറ്റാനിക്കര മകം എന്ന് ഇത് പ്രസിദ്ധമാണ്. മണ്ഡപത്തിൽ പാട്ട്, മുറജപം, 12,000 പുഷ്പാഞ്ജലി, അന്നദാനം എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. തികച്ചും നിഗൂഢമായ ആധ്യാത്മിക സാധനയുടെ തത്വം ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രാങ്കണമാണ് ചോറ്റാനിക്കര ദേവീ സന്നിധി. ഇവിടെ എത്തുന്ന ഭക്തർ തങ്ങളുടെ സകല പാപങ്ങളും കടന്ന് ശുദ്ധാന്തകരണരായി സായുജ്യം നേടുന്നു. ചോറ്റാനിക്കരയമ്മേ ജഗദംബികേ ആദിപരാശക്തി കൈതൊഴുന്നേ, ആധിയും വ്യാധിയും തീർത്തിടണേ, ആയുരാരോഗ്യങ്ങൾ തന്നിടണേ. ചോറ്റാനിക്കരയമ്മേ ജഗദംബികേ ആദിപരാശക്തി കൈതൊഴുന്നേ, ആധിയും വ്യാധിയും തീർത്തിടണേ, ആയുരാരോഗ്യങ്ങൾ തന്നിടണേ. പാർവതി ദേവി ശ്രീഭദ്രയായി ചോറ്റാനിക്കരയിലവതരിച്ചു, ആദിപരാശക്തി ചൈതന്യമായി അഖിലാണ്ടമാകെ നിറഞ്ഞു ദേവി.